ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോകളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നിലവിൽ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും അഡ്മിഷൻ പ്രൊസീജിയർ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഏറ്റവും അവസാന അവസരം എന്നുള്ള രീതിയിൽ സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ് ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയും ഉള്ളത്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അതിന് മുന്നോടിയായിട്ട് നിലവിൽ ഈ വർഷം BEd അഡ്മിഷൻ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അതായത് കേരളത്തിൽ BEd അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ, അതായത് അവരുടെ വർഷം നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് റെഗുലറായിട്ട് തന്നെ കേരള PSCയുടെ അപ്രൂവലോടുകൂടി തന്നെ പഠിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള നേരത്തെ വീഡിയോ തമിഴ്നാട് യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനിയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ ഈ പറയുന്ന അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ കരിയർ വിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഒരിക്കൽ കൂടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വാട്സപ്പ് വഴി കൃത്യമായിട്ട് നൽകുന്നതായിരിക്കും. അപ്പോൾ അത് അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ അത് നോട്ട് ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം. അപ്പോൾ നിലവിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം കേരള യൂണിവേഴ്സിറ്റിയുടെ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. ഇപ്പോൾ നേരത്തെ കേരള യൂണിവേഴ്സിറ്റിയുടെ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ആയിട്ടുള്ള അതായത് സ്പോട്ട് അഡ്മിഷൻ നേരത്തെ യൂണിവേഴ്സിറ്റി വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കുകയും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് ഏറ്റവും അവസാനമായിട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ കൂടി, അതായത് നേരത്തെ സ്പോട്ട് അഡ്മിഷന് ശേഷം വീണ്ടും ചില സീറ്റുകൾ പല കോളേജിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വീണ്ടും വേക്കൻസി റിപ്പോർട്ട് ചെയ്ത കോളേജിലോട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ അതായത് സെക്കൻഡ് ഫേസ് സ്പോട്ട് അഡ്മിഷൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നാളെ ജൂലൈ 31 നടക്കുന്നത്. വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത കേരള യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷന് വേണ്ടി പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ സ്ഥലം നോട്ട് ചെയ്ത് നോക്കുക. അതായത് ജൂലൈ 31 കേരള സർവകലാശാല സെനറ്റ് ഹാള് പാളയം ക്യാമ്പസിൽ വെച്ച് തന്നെയാണ് രണ്ടാം ഘട്ട സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോട്ട് അഡ്മിഷൻ ഓൾറെഡി കേരള യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ സമർപ്പിച്ച് ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് വേണ്ടിയിട്ട് BEd അഡ്മിഷന് വേണ്ടിയിട്ട് എല്ലാ വിദ്യാർത്ഥികളും നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ സെൻറ്റ് ഹാളിൽ എത്തുക. അതേപോലെ അവിടെ എത്തുന്ന സമയത്ത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്ത് വെക്കണം. അതേപോലെ മറ്റു ബന്ധപ്പെട്ട യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ SSLC PG BEd ഡിഗ്രി ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ കൈവശം നിങ്ങൾ കൊണ്ടുപോവുക. അതേപോലെ തന്നെ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് നാളെ വിദ്യാർത്ഥികൾ തന്നെ നിർബന്ധമായിട്ടും ഹാജരാവണം. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് നേരിട്ട് ഹാജരാകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഓതറൈസേഷൻ ലെറ്റർ, അതായത് നിങ്ങളുടെ ജസ്റ്റ് സാക്ഷ്യപത്രം വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ഹാജരാക്കിയിട്ട് രക്ഷിതാക്കൾ കൂടി പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും അവസാനത്തെ ഘട്ടമായിട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അറിയാൻ വേണ്ടി നേരത്തെ നിങ്ങൾ അപേക്ഷ കൊടുത്ത ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. admission.kerala-university.ac.in എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അതിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് രണ്ടാമതായിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ അതായത് ഇനിയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നിലവിൽ SC/ST വിഭാഗക്കാരുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് 30/7/2024 വരെ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രണ്ടാം ഘട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റ് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും MG യൂണിവേഴ്സിറ്റിയിൽ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട അപേക്ഷ കൊടുക്കാനുള്ള സൗകര്യം ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം MG യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും ഇനിയും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ വീണ്ടും ഒഴിവുകൾ വരികയാണ്. സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ കിട്ടാത്തവർ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. MG യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും അവസാനമായിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ നീങ്ങുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് MG യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ നിലവിൽ SC/ST വിഭാഗക്കാരുടെ ഈ ഒരു സമയത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ SC/ST വിഭാഗക്കാരുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലാസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഏകദേശം നാളെയോ മറ്റന്നാളോ പരമാവധി 3-ാം തീയതിക്കുള്ളിൽ പ്രസിദ്ധീകരിക്കും. അതിനുശേഷം വീണ്ടും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ വിളിക്കും. ആ സമയത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. നിലവിൽ ഈ പറയുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ഈ പറയുന്ന
SC വിഭാഗക്കാരുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്തും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ നിലവിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ സമയത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതേപോലെ MG യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്കറിയാം, MGU.ac.in എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ വന്ന് അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ MG യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പരമാവധി വിദ്യാർത്ഥികളെ നമ്മൾ ഈ ചാനൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ അവസാനമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഫൈനൽ, അതായത് ഏറ്റവും അവസാനമായിട്ടുള്ള ഘട്ടമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നിലവിൽ 6/8/2024 അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കും. അതിനുശേഷം വീണ്ടും സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ, കാരണം ഇപ്പോൾ ലേറ്റ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ലിങ്ക് ഓൾറെഡി യൂണിവേഴ്സിറ്റി ഇപ്പോൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെയും എവിടെയും രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത്തരത്തിൽ വിദ്യാർത്ഥികളെയും അതേപോലെ നിലവിൽ സാധ്യതയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഒക്കെ 6/8/2024 ശേഷം വീണ്ടും യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് വേക്കൻസി വരികയാണെങ്കിൽ അതിൽ ആ ഒരു വേക്കൻസിയോട് പരിഗണിക്കുന്നതായിരിക്കും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും 6/8/2024 ശേഷം ഏത് രീതിയിലാണ് അഡ്മിഷൻ നടക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പരമാവധി റാങ്ക് ലിസ്റ്റ് തന്നെയായിരിക്കും നിങ്ങളെ വിളിക്കുക. കാരണം ഓരോ വിദ്യാർത്ഥിയുടെയും റാങ്ക് ലിസ്റ്റ് ഓൾറെഡി ഓരോ കോളേജും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കോളേജിൻ്റെ റാങ്ക് ലിസ്റ്റ് വൈസായിരിക്കും ഓരോ കോളേജിൽ ഇനി അങ്ങോട്ട് വേക്കൻസി വരുന്നത് ഫില്ല് ചെയ്യുക. പക്ഷേ ലേറ്റ് രജിസ്ട്രേഷൻ വഴി വീണ്ടും വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെയും കൂടി ഈ പറയുന്ന ശേഷം വരുന്ന വൈകിലോട്ട് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും റാങ്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അറിയിക്കും. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറും ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എല്ലാ വിദ്യാർത്ഥികളും നിലവിൽ കേരളത്തിലെ സാഹചര്യം ഇതാണ്. കൂടാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പല യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ കോളേജുകളും ഭീമമായിട്ടുള്ള തുക ഡൊണേഷനായിട്ട് മാനേജ്മെൻറ്റ് സീറ്റിന് വാങ്ങുന്ന ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പരാതിയിൽ യൂണിവേഴ്സിറ്റി സെനറ്റ് ഡയറക്റ്റ് തീരുമാനം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഭീമമായിട്ടുള്ള തുകയൊക്കെ മാനേജ്മെൻറ്റ് സീറ്റിൽ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്, ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു തീരുമാനമൊക്കെ എടുക്കുന്ന സാഹചര്യത്തിൽ ഇനി അടുത്ത വർഷമെങ്കിലും വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ചെറിയൊരു തുക മാത്രം കൊടുത്ത് അഡ്മിഷൻ എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാനും, കൂടാതെ B.Ed അഡ്മിഷൻ നിലവിൽ കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ, മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, അത് വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ വാട്സപ്പിൽ ലിങ്കിൽ കയറി വിദ്യാർത്ഥികൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സൊക്കെ നമ്മുടെ ഗ്രൂപ്പിലാണ് വിദ്യാർത്ഥികൾ അറിയിക്കാറുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും ഏകദേശം 1-2 ആഴ്ചയോടുകൂടെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും മുഴുവൻ പ്രൊസീജിയറും അവസാനിക്കും. മാർക്ക് തീരെ കുറഞ്ഞ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ പറയുന്ന തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ കാര്യങ്ങൾ വിദ്യാർത്ഥി കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. എന്തായാലും B.Ed കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് വളരെ ഡിമാൻഡായ ഈ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ തന്നെ നല്ലൊരു കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാനും ഏറ്റവും നല്ല മികച്ച രീതിയിൽ ഒരു അധ്യാപകരാകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.